നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എ ബി സി എന്ന് പറഞ്ഞ 3 മെട്രിക്സ് ഉണ്ട്. 3x3 മെട്രിക്സ്. കമ്പ്യൂട്ട് എ പ്ലസ് ബി ആൻഡ് ബി മൈനസ് സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ. അപ്പോൾ എ പ്ലസ് ബി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നു എ പ്ലസ് ബി. ഓക്കെ, എ പ്ലസ് ബി ഈസ് ഈക്വൽ ഇത് തമ്മിൽ ഏഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും നോക്കാം. 1 2 -3 5 0 2 1 -1 1 പ്ലസ് ഇത് ഏഡ് ചെയ്യുന്ന സമയത്ത് എ പ്ലസ് ബി ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഏഡ് ചെയ്യുന്നു. ഓക്കെ, 1 + 3 നെക്സ്റ്റ് 2 + -1 നെക്സ്റ്റ് -3 + 2. ഓക്കെ, അടുത്തത് 5 + 4 0 + 2 2 + 5 1 + 2 -1 + 0 1 + 3. ഓക്കെ, ഏഡ് ചെയ്യുന്നു 1 + 3 4 2 + -1 2 - 1 1 -3 + 2 -1 5 + 4 9 0 + 2 2 2 + 5 7 1 + 2 3 -1 + 0 -1 1 + 3 4. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എ പ്ലസ് ബി കിട്ടി. ബി മൈനസ് സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബി മൈനസ് സി. ഓക്കെ, ബി മൈനസ് സി കണ്ടുപിടിക്കാൻ വേണ്ടി ബി മൈനസ് സി ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ മെട്രിക്സ് 3 -1 2 4 2 5 2 0 3 മൈനസ് is equal to 3 - 4 -1 -1 2 - 2 4 - 0 2 - 3 5 - 2 2 - 1 0 - 2 3 - 3. ഓക്കെ, അത് കിട്ടി. ഈസ് ഈക്വൽ ടു 3 - 4 -1 -1 -1 -2 2 - 2 0 4 - 0 4 2 - 3 -1 5 - 2 3 2 - 1 1 0 - +2 3 - 3 0. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൾസോ വെരിഫൈ ദാറ്റ് എ പ്ലസ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എ പ്ലസ് ബീൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് എ പ്ലസ് ബീൻ്റെ ആൻസറാണ്. ഓക്കെ, എ പ്ലസ് ബീൻ്റെ ആൻസറും ഇത് ബി മൈനസ് സിൻ്റെ ആൻസറും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കണം. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ പ്ലസ് എ നമുക്കറിയാം മെട്രിക്സ്. എ ഇവിടെ തന്ന മെട്രിക്സ് 1 2 -3 5 0 2 1 -1 1 പ്ലസ്. ഓക്കെ, ബി പ്ലസ് സി സോറി ബി മൈനസ് സി ആയിരുന്നു. ഓക്കെ, ക്വസ്റ്റനിൽ ബി മൈനസ് സി. അപ്പോൾ ബി മൈനസ് സി നമ്മളിപ്പം ചെയ്ത് കിട്ടിയ ആൻസർ ബി മൈനസ് ബി -1 -2 0 4 -1 3 1 2 0. ഓക്കെ, ഒരു എഡിഷൻ 1 പ്ലസ് -1 2 പ്ലസ് -2
-3 + 0, 5 + 4, 0 + -1, 2 + 3, 1 + 1, -1 + 2, 1 + 0. ഓക്കെ, ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? +1 - 1 0, 2 - 2 0, -3, 5 + 4 9, 0 + -1 -1, 2 + 3 5, 1 + 1 2, -1 + 2 1, 1 + 0 1. ഓക്കെ, നമുക്ക് കിട്ടി A + B - C കിട്ടി. ഇനി ഇതിൻ്റെ ഒപ്പം ആരും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. A + B - C കൂടി നോക്കാം. ഓക്കെ, അതും കൂടി നോക്കുമ്പോൾ A + B നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. A + B ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ, A + B ഇവിടെ കിട്ടിയിട്ടുണ്ട്. A + B - C കൂടി കണ്ടുപിടിക്കണം. -C, അതായത് A + B - C. A + B ഇവിടെ കിട്ടി. ഓക്കെ, A + B - C. C എന്ന് പറയുന്നത് 4 1 2 0 3 2 1 -2 3. ഓക്കെ, ഈക്വൽ ടു 4 - 4, 1 - 1, -1 -2, 9 - 0, next 2 - 3, 7 - 2, 3 - 1, -1 -2, 4 - 3 equal to 4 - 4 0, 1 - 1 0, -1 - 2 -3, 9 - 0 9, 2 - 3 -1, 7 - 2 5, 3 - 1 2, -1 -2 plus -1 plus, അപ്പോൾ -1 + 2 1, 4 - 3 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ടും സെയിം അല്ലേ? അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് പറയാം? വെരിഫൈ എന്നല്ല പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ A + B - C ഈസ് ഈക്വൽ ടു A + B - C ഈസ് വെരിഫൈഡ്. ഓക്കെ, ഈസ് വെരിഫൈഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, A എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്, B എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്. ദെൻ കമ്പ്യൂട്ട് 3A - 5B കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് 3A കണ്ടുപിടിക്കുന്നു. 3A ഈസ് ഈക്വൽ ടു 3 × A മെട്രിക്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 3 × A മെട്രിക്സ് ചെയ്യുന്നത്. 3 × A മെട്രിക്സ് 2/3 1 5/3 1/3 2/3 4/3 7/3 2 2/3. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് വരും? എല്ലാ എലമെൻറ്റിനും ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2/3 × 3 1 × 3 5/3 × 3 5/3 × 3. നെക്സ്റ്റ് 1/3 × 3 2/3 × 3 4/3 × 3 7/3 × 3 2 × 3 2/3 × 3. ഓക്കെ, ഈസ് ഈക്വൽ ടു 3യും 3യും ക്യാൻസൽ ആയി പോയി. 2 1 × 3
3, 3യും 3യും ക്യാൻസലായി. 5, 3യും 3യും ക്യാൻസലായി. 1, 3യും 3യും ക്യാൻസലായി. 2, 3, 3, 4, 3യും 3യും ക്യാൻസലായി. 7, 2 into 6. ഓക്കെ, 3യും 3യും ക്യാൻസലായി. 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3a കിട്ടി. ഇതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? 5b കണ്ടുപിടിക്കുക. ഓക്കെ, 5b ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഈ മെട്രിക്സ്. ഓക്കെ, 2/5, 3/5, 1, 1/5, 2/5, 4/5, 7/5, 6/5, 2/5. ഓക്കെ, ഈസ് ഈക്വൽ ടു സെയിം പ്രൊസീജിയർ തന്നെ. 2/5 ഇൻറ്റു 5, 3/5 ഇൻറ്റു 5, 1 ഇൻറ്റു 5. നെക്സ്റ്റ് 1/5 ഇൻറ്റു 5, 2/5 ഇൻറ്റു 5, 4/5 ഇൻറ്റു 5, 7/5 ഇൻറ്റു 5, 6/5 ഇൻറ്റു 5, 2/5 ഇൻറ്റു 5. ഓക്കെ, ഈസ് ഈക്വൽ ടു 5ഉം 5ഉം ക്യാൻസലായി. 2, 5ഉം 5ഉം പോയി. 3, 1 ഇൻറ്റു 5, 5, 5ഉം 5ഉം ക്യാൻസലായി. 1, 5ഉം 5ഉം ക്യാൻസലായി. 2, 5ഉം 5ഉം ക്യാൻസലായി. 4, 5ഉം 5ഉം ക്യാൻസലായി. 7, 5ഉം 5ഉം പോയി. 6, 5ഉം 5ഉം ക്യാൻസലായി. 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5b കിട്ടി. ചോദിച്ച ക്വസ്റ്റൻ എന്താ? 3a മൈനസ് 5b എന്താണ് ചോദിച്ചത്? ഓക്കെ, 3a മൈനസ് 5b ഈസ് ഈക്വൽ ടു 3a എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 3a ഈസ് ഈക്വൽ ടു 2, 3, 5, 1, 2, 4, 7, 6, 2 മൈനസ് 5b ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2, 3, 5, 1, 2, 4, 7, 6, 2. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 മൈനസ് 2 0, 3 മൈനസ് 3 0, 5 മൈനസ് 5 0, 1 മൈനസ് 1 0, 2 മൈനസ് 2 0, 4 മൈനസ് 4 0, 7 മൈനസ് 7 0, 6 മൈനസ് 6 0, 2 മൈനസ് 2 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു 0 മെട്രിക്സ് ആൻസർ കിട്ടി. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, കോസ് തീറ്റേൻ്റെ ഒരു മെട്രിക്സ് പ്ലസ് സൈൻ തീറ്റേൻ്റെ വേറൊരു മെട്രിക്സ്, അത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതെന്തായാലും ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? പുറത്തിലെ കോസ് തീറ്റ കൊണ്ട് ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നെക്സ്റ്റ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് സൈൻ തീറ്റനെ കൊണ്ട് ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ എല്ലാ എലമെൻറ്റും ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഇതിനെ ചുരുക്കാൻ നോക്കാം. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, അതിനൊന്നും ചെയ്യാനില്ല, അതിനങ്ങനെ തന്നെ വെച്ച് കോസ് തീറ്റ
സൈൻ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ അതിനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസിനെ ഫസ്റ്റ് എടുത്ത്. ഓക്കെ, നെക്സ്റ്റ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ത് വരും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഒന്നും ചെയ്യാനില്ല അല്ലേ, സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ട് മെട്രിക്സും 2/2 മെട്രിക്സ് ആണ് ഏഡ് ചെയ്യുന്നത്. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അടുത്തത് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, നെക്സ്റ്റ് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, നെക്സ്റ്റ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, മാട്രിക്സ് 80 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഈക്വേഷൻ വരുന്നോണ്ടിരിക്കും. ഓക്കെ, പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ട് ഈക്വേഷൻസ് അങ്ങോളം വന്നുകൊണ്ടിരിക്കും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1, കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം സാധനം ഇവിടെയില്ല, സെയിം സാധനം ഇവിടെ തിരിച്ചിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതെന്താവും 0. മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ, അപ്പോൾ ഇതും എന്തായി 0, കാരണം സെയിം സാധനം അല്ലേ. മൈനസ് എക്സ് പ്ലസ് എക്സ് ചെയ്യുമ്പോൾ കിട്ടും 0. അതേപോലെ തന്നെ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ 0. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഓക്കെ.